എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സത്യ സ്പെഷ്യൽ പുളിയിഞ്ചി ആയിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിക്ക് എങ്ങനെയാണ് പുളിയിഞ്ചി വെക്കുന്നതെന്ന് കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ഇഞ്ചിക്കറി വെക്കാവേ. ഓണമൊക്കെ അല്ലേ വരുന്നേ. അപ്പോൾ എനിക്കിത് വെളിയിലേക്ക് കൊടുത്തു വിടാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിനകത്തോട്ട് ഒരു 4-5 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ സദ്യക്കൊക്കെയുള്ള സ്പെഷ്യലൊരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കിലോ ഇഞ്ചി ചിരണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി, എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് ഇന്ന് വറുത്ത് കോരണം. ഇതേ അങ്ങനെ നമ്മുടെ ഇഞ്ചി നമ്മൾ എണ്ണയ്ക്കകത്തോട്ടിട്ടു. നമുക്കൊന്ന് വറുത്ത് നല്ലൊരു ഗോൾഡൻ കളറാക്കി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനുള്ള അളവൊക്കെ ആയിട്ട് വേണം ഇടാനായിട്ട്. ഞാനിപ്പം ഒരു 1/4 കിലോ ഇഞ്ചിയുടെ കറിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഈ 1/4 കിലോ ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിനകത്തേക്ക് വറുത്ത് കോരാനായിട്ട് ആവശ്യം വേറെ സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു 10 കുഞ്ഞുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക്, ഒരു 1/4 മുറി തേങ്ങ കുഞ്ഞായിട്ട് കൊത്തിയതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ടൊന്ന് വറുത്ത് കോരണം. അപ്പോൾ നമ്മുടെ ഈ ഇഞ്ചി വറുത്തെടുക്കുന്ന ആ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈ ബാക്കിയുള്ള ഈ സംഭവം കൂടെ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ ഇഞ്ചി തീരെ കനം കുറച്ച് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വറുത്ത് കോരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ തേങ്ങ കൊത്തിയും, ഈ തേങ്ങ കൊത്ത് തികച്ചും ഓപ്ഷനിലാണ്. നമ്മുടെ ഇഞ്ചിക്കറിക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇച്ചിരി ചേർത്തേക്കുന്നത്. ഇല്ല തേങ്ങ വറുത്തരയ്ക്കുന്നവരുണ്ട്, ഞാൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അരയ്ക്കാം. കൂടെ നമ്മുടെ പച്ചമുളകും നമ്മുടെ കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടെ നമുക്ക് അതിനകത്തോട്ട് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാവേ. അപ്പം ഇത് തികച്ചും ഓപ്ഷനിലാണ് തേങ്ങ ഇടുന്നത്. ഞാൻ ഇങ്ങനെ കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റേതായ രീതിക്കാണ് ഞാൻ ഇങ്ങനത്തെ തേങ്ങാക്കൊത്തിട്ട് ഇതിനകത്ത്. അപ്പം നമ്മളിത് എല്ലാം കൂടെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ തേങ്ങ വറുത്തതും എല്ലാം കൂടെ പൊടിക്കുമ്പോൾ നല്ലൊരു ഇഞ്ചിക്കറിക്ക് ഒരു ഭയങ്കര സ്വാദുമാണ്. അതാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം നമുക്ക്. നമ്മുടെ ഇഞ്ചിയും തേങ്ങാക്കൊത്തും മുളകും കറിവേപ്പില എല്ലാം നല്ലപോലെ ഇതുണ്ട്, നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് തീ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ പൊടി ഇതിനകത്തോട്ട് ഈ ചൂട് എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പോഴത്തേക്ക് അങ്ങ് കരിഞ്ഞു പോവേ. അപ്പോൾ നമുക്ക് പൊടി ഐറ്റംസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. നമ്മൾ സ്റ്റൗ ഓഫാക്കി വെച്ചു. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമുക്ക് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ പച്ചമുളക് ചേർത്തത് കൊണ്ട് ഓരോരുത്തർക്കും അവനവൻ്റേതായ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു പിഞ്ച് കായവും കൂടി ഇട്ട് കൊടുക്കാം. കായം നമുക്ക് തികച്ചും ഓപ്ഷനിലാണ്. കായം വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഒരു ശകലം കായം ചേർത്ത് കൊടുക്കാറുണ്ട്, അതുകൊണ്ട് അത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് നന്നായിട്ട് നമ്മുടെ ആ ചൂടായ എണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ഇളക്കി നമുക്ക് കോരി ഒരു പാത്രത്തിലേക്കൊന്ന് കോരിയെടുക്കാവേ. എന്നിട്ട് ഇനി നമുക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേ ഒരു ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് എണ്ണയെല്ലാം ഇതുണ്ട്, ഇത്രയും നന്നായിട്ട് നമ്മളൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് അങ്ങനെ നമ്മുടെ കടുകൊക്കെ ഒന്ന് പൊട്ടി. അപ്പോൾ നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചേച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കൂട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചൂടായി, അതുകൊണ്ട് നമുക്ക് ഓഫാക്കി ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്തുള്ളത് ഫുള്ളും നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാവേ. ഞാനിത് എൻ്റേതായ സ്റ്റൈലിനാണ് ഞാൻ വെക്കുന്നത് കേട്ടോ.
ഓരോരുത്തർക്കും അവനവൻ്റേതായ ഒരു ഇതിനായിരിക്കും വെക്കുന്നത്. ഞാനിത് എൻ്റേതായ രീതിക്ക് വെക്കുന്ന ഇഞ്ചിക്കറി കേട്ടോ. നമുക്കിത് നന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഞാൻ ആ ചൂട് കൂടിയോണ്ട് ഞാൻ സ്റ്റൗ ഒന്ന് ഓഫാക്കിയായിരുന്നേ. ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് നോക്കാം ഉപ്പ് ആവശ്യത്തിനായി. ഇനി നമുക്കതിനകത്തേക്ക് വാളംപുളി, ഞാനൊരു മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിനുള്ള വാളംപുളി നല്ല ചെറു ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ് ഇതിനിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മിക്സിയുടെ ജാറിനകത്ത് ഇതൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കഴുകി അതിനകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പുളിയും എരിവും ഉപ്പും ഒക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ. പിന്നെ പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഞാൻ സ്റ്റൗ ഓഫാക്കി വെച്ചിട്ടായിരുന്നു ഇത്രയും ചെയ്തത്. ചട്ടിയല്ലേ, പെട്ടെന്ന് ചൂടാവും, ഇപ്പോഴും തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കാവേ. നമ്മുടെ ഇഞ്ചിക്കറി കണ്ടോ കുറുകി വരുന്നുണ്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇച്ചിരി പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിനുള്ള ഇതുണ്ടോ, പുളിയൊക്കെ ഇട്ടു, ഉപ്പും ഇട്ടു. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട നമുക്ക് ശർക്കരയാണ്. നമ്മളിവിടെ അരിച്ചൊരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഞാനൊരു 3 സ്പൂണോളം ശർക്കര ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ശർക്കര പാനി. ഇനിയിപ്പം നല്ല ശർക്കരയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണമാണ് ഇട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ നമുക്കിനി നോക്കണം ഇതിനകത്ത് എന്തൊക്കെ ചേരാനുണ്ട് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചുകൊണ്ട് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. തിളച്ച ശർക്കരയും ആ പുളിവെള്ളവും ഒക്കെ കൂടി ആയിട്ട് നന്നായിട്ടും തിളയ്ക്കണം. എന്നിട്ട് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നു. ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി നല്ല അടിപൊളിയാണ്. കറക്റ്റ് ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ ഇഞ്ചിക്കറി. അപ്പോൾ ഇനി ഒന്ന് എണ്ണ തെളിഞ്ഞൊന്ന് വരട്ടെ. ഇതേ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി പെട്ടെന്ന് തയ്യാറാക്കിയില്ലേ. ഇപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരും ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടില്ലാത്തവരും ഒക്കെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇതെനിക്ക് പുറത്തേക്ക് കൊടുത്തു വിടാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയത്. ഇച്ചിരി എണ്ണയൊക്കെ കൂടുതൽ തെളിഞ്ഞ് കിടക്കുന്നതും അഴുക്കായി പോകാത്തതുകൊണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ ഇഞ്ചിക്കറി അടിപൊളിയാണ്. ഇതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് മേളിൽ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫാക്കി നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തവരും ഒക്കെ സിമ്പിളല്ലേ, ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ സദ്യക്കൊക്കെ ഇഞ്ചിക്കറി ഇല്ലാത്ത സദ്യ എന്നാന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇതിനകത്തിരുന്ന് കുറുകും. ഇത്രയും ഈ എണ്ണയും ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഞാനിത് വെളിയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇച്ചിരി എണ്ണ കൂടുതൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര എണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ ഒഴിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നാന്ന് ചോദിച്ചാൽ കൊടുത്തു വിടുമ്പോൾ ഇനി അഴുക്കായി പോകും, അല്ലെ വെളിച്ചെണ്ണ കലച്ച് പോകുമൊന്നും ചെയ്യരുതല്ലോ എന്നോർത്താണ് ഞാൻ നമ്മുടെ ഈ ഓയിലിനകത്ത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചിക്കറി. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് കുപ്പിയിലാക്കി പാക്ക് ചെയ്ത് കൊടുത്തു വിടാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നല്ല സൂപ്പർ ഇഞ്ചിക്കറി. ഇത് എങ്ങനെ നമ്മുടെ അടിപൊളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞത് കണ്ട നല്ല അടിപൊളി ഇഞ്ചിക്കറി. നാളുകളിരുന്നാലും ആകെ കാകുകയല്ലാത്ത നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഇഞ്ചിക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നാളെയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.